ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അമ്പലത്തേക്ക് പോവാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ ഒരു അമ്പലം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു അമ്പല പരിസരത്താണ് നമ്മുടെ ചങ്ങാതി പൂച്ചയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെ ലച്ചു ഞാൻ കൂടിയിട്ടുണ്ട് പോണത്. ഇവിടെ ലച്ചിനാണല്ലോ. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 3 അമ്പലങ്ങളാണുള്ളത്. അതായത് ഈ ഒരു പറമ്പിൽ തൊട്ടായിട്ട് 3 അമ്പലങ്ങളാണുള്ളത്. ഒന്ന് ശ്രീ മഹാദേവൻ്റെ അമ്പലം, പിന്നെ ഒന്ന് അയ്യപ്പൻ്റെ അമ്പലം, പിന്നെ സുബ്രഹ്മണ്യൻ്റെ അമ്പലം കേട്ടോ. എല്ലാതും ഇങ്ങനെ തൊട്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ശിവൻ്റെ അമ്പലത്തേക്കാണ് കേട്ടോ പോണത്. പിന്നെ ഈ ഒരു പറമ്പിലും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ ചങ്ങാതിപ്പൂജ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലാണ് കൂടുതലും ആ ഒരു ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ ആ സിനിമയിലെ ഭാഗങ്ങളും കൂടി കാണിച്ചു തരാം. ആദ്യം ഞാൻ ശിവൻ്റെ അമ്പലത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ വളരെ പഴക്കമുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അധികം തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ നിറയെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു അമ്പലം ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അമ്പല പരിസരത്തിൻ്റെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ സിനിമയിലെ ഭാഗങ്ങളാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പ്രസാദമായിട്ട് പഴമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ അമ്പലക്കുളം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ലച്ചുവിനെ. പണ്ട് ഞങ്ങളൊക്കെ കുളിക്കാനൊക്കെ വന്നിരുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു അമ്പലക്കുളത്തിൽ കുളിക്കാൻ അലക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ആരും ഈ ഭാഗത്തേക്ക് വരുന്നില്ല കേട്ടോ. എല്ലാതും കാട് പിടിച്ചിട്ടാണ് കിടക്കണത്. അപ്പോൾ കുളമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയനീയ അവസ്ഥയാണ്. ചണ്ടിയൊക്കെ വന്ന് ആകെ മൂടി. ആ ഒരു അറ്റത്തൊരു മരം ഉണ്ടല്ലോ അപ്പുറത്ത്, അതുവരെയും നല്ല അടിപൊളി വലിയൊരു കുളമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു തരി സ്ഥലം മാത്രമേ ഉള്ളൂ, ആരും ഉപയോഗിക്കണില്ല. അപ്പം ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.
അമ്പലത്തിലൊക്കെ പോയി വീട്ടിൽ വന്നു കേട്ടോ. നമുക്ക് പ്രസാദമായിട്ട് പഴമൊക്കെ കിട്ടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന്. അപ്പോൾ ഇന്നലെ ഏകാദശി എടുത്തേക്കായിരുന്നു. അപ്പോൾ അതൊന്ന് കളയണമല്ലോ നമ്മൾ തുളസി വെള്ളം കുടിച്ചിട്ട്. അപ്പോൾ ഏതായാലും അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് കാലം കുറയി. അപ്പോൾ അവിടെ പോയിട്ട് ആ തീർത്ഥം കുടിച്ചിട്ട് നമ്മുടെ ഏകാദശി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് നമ്മുടെ ഒരു അമ്പലം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.